ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു മാത്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് 10ാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് അഥവാ സാധ്യതകളുടെ ഗണിതം എന്ന അധ്യായത്തിലെ ജോമെട്രിക്കൽ പ്രോബബിലിറ്റി ജ്യാമിതീയ സാധ്യത ഭാഗത്തുനിന്ന് പേജ് നമ്പർ 78-ലെ ഒന്നാമത്തെ ചോദ്യമാണ് പഠിക്കുന്നത്. സമചതുരത്തിലെ സമചതുരം. ഇവിടെ വലിയ ഒരു സമചതുരത്തിന്റെ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ച് വേറൊരു സമചതുരം ഉണ്ടാക്കിയിരിക്കുന്നു. ഇനി നമ്മൾ കണ്ണടച്ച് ഈ ചിത്രത്തിൽ ഒരു കുത്തിട്ടാൽ അത് പച്ച സമചതുരത്തിലാകാനുള്ള സാധ്യത എത്രയാണ്? വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഡോട്ട് ഇൻസൈഡ് ദ ഗ്രീൻ സ്ക്വയർ? അത് നമ്മൾ സ്റ്റെപ്പായി ഇവിടെ പഠിക്കാൻ പോവുകയാണ്. ആദ്യം നമുക്ക് ചോദ്യം നോക്കാം. ചോദ്യം ഇതാണ്: ഒരു വലിയ സമചതുരത്തിന്റെ 4 വശങ്ങളുടെയും മധ്യബിന്ദുക്കൾ യോജിപ്പിച്ച് ഉള്ളിൽ ഒരു ചെറിയ സമചതുരം വരച്ചിരിക്കുന്നു, പച്ച സമചതുരം. ഈ ചിത്രത്തിൽ കണ്ണടച്ച് ഒരു കുത്തിട്ടാൽ അത് ഉള്ളിലെ പച്ച സമചതുരത്തിൽ ആകാനുള്ള സാധ്യത എന്താണ്? So what is the question? A smaller square is drawn by joining the midpoints of the 4 sides of a larger square. Find the probability that a dot put in the picture without looking falls within the green region, that is in the inner circle. In the inner square. Okay. അപ്പോൾ അത് നമ്മൾ കണ്ടുപിടിക്കാം. അതിനു വേണ്ടി നമുക്ക് ആദ്യം എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതിന് പേര് കൊടുക്കാം. ഓക്കെ, പേര് കൊടുക്കുന്ന സമയത്ത് വലിയ സമചതുരത്തെ ABCD എന്നും മധ്യബിന്ദുക്കൾ മിഡ് പോയിന്റ്സിനെ EFGH എന്നും വിളിക്കാം. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് പച്ച സമചതുരത്തിന്റെ 2 വികർണങ്ങൾ, ദ ഡയഗണൽസ് ഓഫ് ഗ്രീൻ സ്ക്വയർ, അതെന്ത് ചെയ്യുക? വരയ്ക്കുക. അപ്പൊ നമുക്ക് ഇവിടെ EGFH ഇങ്ങനെ വരച്ചു. പച്ച സമചതുരത്തിന്റെ വികർണങ്ങൾ വരച്ചാൽ വലിയ സമചതുരം 4 തുല്യ ചെറിയ സമചതുരങ്ങളായി മാറും. By drawing the diagonals of green triangle, then the large triangle becomes 4 small squares, not triangle squares. Okay, അപ്പോൾ സ്ക്വയർ 4 ചെറിയ സ്ക്വയേഴ്സ് ആയിട്ട് മാറും. അതായത് ഇവിടെ നമുക്ക് ഈ 2 ഡയഗണൽസും വികർണങ്ങളും കൂട്ടിമുട്ടുന്ന ബിന്ദു O ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എന്തുണ്ട്? 4 തുല്യ സമചതുരങ്ങൾ. നമുക്കത് എങ്ങനെ എഴുതാം? AEOF ഒരെണ്ണം, രണ്ടാമത്തത് BEOH, മൂന്നാമത്തെ സമചതുരം CGOH, നാലാമത്തെ സമചതുരം DGOF, ഓക്കെ. ഇനി ഇവിടെ ശ്രദ്ധിച്ചാൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാവും. ഈ ചെറിയ
4 സമചതുരങ്ങളിലെ വികർണങ്ങൾ ചിത്രത്തെ ആകെ 8 തുല്യ അളവുള്ള ചെറിയ ത്രികോണങ്ങൾ ആക്കി മാറ്റുന്നുണ്ട്. Dividing these 4 small squares along the diagonals gives a total of 1, 2, 3, 4, 5, 6, 7, 8. 8 equal triangles across the figure. Okay. ഇനി ഈ പച്ചഭാഗം ഒന്ന് പരിശോധിക്കൂ. Now consider the green square. ഇതിൽ ഉള്ളിലെ പച്ച സമചതുരത്തിനകത്ത് 4 ചെറിയ ത്രികോണങ്ങളാണ് ഉള്ളത്. ഏതൊക്കെയാണ്? 5, 6, 7, 8 എന്നീ നമ്പറുകളുള്ള 4 ചെറിയ ത്രികോണങ്ങൾ ചേർന്നതാണ് പച്ച സമചതുരം. The inner green square consists of 4 triangles numbered 5, 6, 7 and 8. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? പ്രോബബിലിറ്റി സാധ്യത കണ്ടെത്താം. അപ്പോൾ പ്രോബബിലിറ്റി P സമം പച്ച ത്രികോണങ്ങളുടെ പരപ്പളവ്, പച്ച ത്രികോണങ്ങളുടെ ഏരിയ, അതെന്ന് പറയുന്നത് എണ്ണത്തിന് തുല്യമാണ്. അപ്പോൾ നമുക്കിവിടെ എണ്ണം എടുക്കാം. ഓക്കെ, പച്ച ത്രികോണങ്ങളുടെ എണ്ണം ബൈ ആകെ ത്രികോണങ്ങളുടെ എണ്ണം. ആകെ 8 ത്രികോണങ്ങൾ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? The probability is number of green triangles divided by total number of triangles 4/8 equal to 1/2 എന്ന് കിട്ടും. അതായത് പച്ച സമചതുരം മഞ്ഞ സമചതുരത്തിന്റെ പകുതിയാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി പരീക്ഷയ്ക്ക് എങ്ങനെയാണ് എഴുതുന്നതിന് മുമ്പ് നമുക്ക് ചില ആളുകൾക്ക് ഒരു സംശയമുണ്ടായിരിക്കാം. ഇതിലിപ്പോൾ 8 ത്രികോണങ്ങളുണ്ട്, അതെല്ലാം തന്നെ തുല്യമാണ് എന്ന് പറഞ്ഞു. എങ്ങനെ തുല്യമായി? എങ്ങനെ വിശ്വസിക്കും ഇത് തുല്യമാണെന്ന്? കുറച്ച് പേർക്കെങ്കിലും ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ ആ ഡൗട്ട് നമുക്ക് ആദ്യം മാറ്റാം. അപ്പോൾ അതിനു വേണ്ടി ഞാൻ ചെയ്യാൻ പോകുന്നത്, ഇവിടെ നമ്മുടെ ABCD എന്ന വലിയ സമചതുരത്തിന്റെ മധ്യബിന്ദുക്കളാണല്ലോ EFGH. അതുകൊണ്ട് AF എന്ന് പറയുന്നത് A എന്നെടുത്താൽ AF, FD, DG, GC, CH, HB, BF, EA ഇതെല്ലാം തന്നെ തുല്യ അളവായിരിക്കും. കാരണം ABCD സമചതുരമാണ്. ABCD is a square. അപ്പോൾ ഇവയുടെ സൈഡ് ഈക്വൽ ലെങ്ത് ആണ്. അതിൻ്റെ മധ്യബിന്ദു മിഡ് പോയിന്റ് ആണ് EFGH. അപ്പോൾ ഇവ AF A എന്നെടുത്താൽ ഇതെല്ലാം തന്നെ A ആയിരിക്കും. ഓക്കെ, ഇനി കൂട്ടുകാരെ ഒരു കാര്യം ശ്രദ്ധിക്കൂ. ഇവിടെ ഞാൻ DGF എന്ന ഒരു, അതായത് FDG, ഈ ഒരു ത്രികോണം എടുക്കുകയാണ്. ഓക്കെ, FDG എന്ന ത്രികോണം പരിഗണിക്കുകയാണ്. I am going to consider the triangle FDG. അപ്പോൾ
എഫ് ഡിയുടെ നീളം എത്രയാണ്? എ ആണ്. ഡി ജി എത്രയാണ്? എ ആണ്. ഇവിടെ ഈ ആംഗിൾ, ഈ കോൺ എത്രയാണ്? 90 ഡിഗ്രിയാണ്. അപ്പോൾ ഇത് എഫ് ഡി ജി ഒരു മട്ടത്രികോണമാണ്. എഫ് ഡി ജി ഈസ് എ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ. അപ്പോൾ എഫ് ജി എന്ന വശം എക്സ് ആണ് എങ്കിൽ നമുക്കിവിടെ പൈത്തഗോറസ് സിദ്ധാന്തപ്രകാരം എക്സ് വലിയ വശമാണ്. അപ്പോൾ എക്സിന്റെ സ്ക്വയർ, എക്സിന്റെ വർഗം സമം പാദം സ്ക്വയർ, ബേസിന്റെ സ്ക്വയർ, എയുടെ സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ, അതായത് ആൾട്ടിറ്റ്യൂഡ് അല്ലെങ്കിൽ ഹൈറ്റിന്റെ സ്ക്വയർ. അപ്പൊ നമുക്കിവിടെ എക്സ് സ്ക്വയർ സമം 2a സ്ക്വയർ എന്ന് കിട്ടും. ഇതിൽ നിന്നും എക്സ് √2a സ്ക്വയർ. അപ്പൊ 2ന്റെ റൂട്ട് √2, a സ്ക്വയറിന്റെ റൂട്ട് a. അപ്പൊ എക്സ് എന്താണ്? √2a എന്ന് കിട്ടും. ഓക്കെ. അപ്പൊ ഇവിടെ ഈ 8 ത്രികോണങ്ങളിലും 2 വശങ്ങൾ എന്താണ്? a ആണ്. ഏത് എടുത്തു കഴിഞ്ഞാലും. ഓക്കെ. മൂന്നാമത്തെ വശം എന്താണ്? ഇവിടെ നോക്കൂ. EF, FG, GH, HE. അതല്ല, അപ്പൊ ഈ വശം എയും ഈ വശം എയും ആണെങ്കിൽ ഇതെന്തായിരിക്കും? എല്ലാ ത്രികോണങ്ങളുടേതും എക്സ് തന്നെ ആയിരിക്കും. അതായത് √2a തന്നെ ആയിരിക്കും. അതുകൊണ്ട് 8 ത്രികോണങ്ങളും തുല്യമാണ്. ഓക്കെ. ഇനി ചില ആളുകൾക്ക് വീണ്ടും ഒരു ഡൗട്ട് ഉണ്ടാവാം. ഈ പുറത്തുള്ള വശങ്ങൾ ഞാൻ എഴുതി, അത് തുല്യമാണ്. ഈ എഫ് ഒയും ഒ എച്ചും ഒ എഫും ഒ ജിയും അത് എ ആണോ? അതും എ തന്നെയാണ്. എന്തുകൊണ്ടാണ്? കാരണം വികർണങ്ങൾ, സമചതുരത്തിന്റെ വികർണങ്ങൾ അവയെ സമഭാഗം ചെയ്യും. ഓക്കെ. അപ്പോൾ എന്താണ്? ഡയഗണൽസ് divides them into equal parts. ഓക്കെ. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് മനസ്സിലാക്കാം? എഫ് ഒ സമം ഒ എച്ച് ആണെന്ന് കിട്ടും. അതേപോലെ ഈ ഒ സമം ഒ ജി ആണെന്ന് കിട്ടും. ഇനി നോക്കൂ, എഫ് എച്ചിന്റെ അളവ് ഡി സിക്ക് തുല്യമാണ്. അപ്പോൾ എന്താണ്? ഡി ജിയും എഫ് ഒയും തുല്യമാവണ്ടേ? അപ്പൊ എഫ് ഒ എന്തായിരിക്കും? എ ആയിരിക്കും. അതായത് ഇത് എ ആയിരിക്കും. അതേപോലെ തന്നെയാണ് ഇ ജി ബി സിക്ക് തുല്യമാണ്. അതുകൊണ്ട് ഇ ഒ എന്ന് പറയുന്നത് എന്തായിരിക്കും? 2a പകുതി a ആയിരിക്കും. ബി എച്ചിന് തുല്യമായിരിക്കും. അതായത് നമുക്ക് ഇവിടെയും എന്താണ്? എകൾ തന്നെയാണ്. അപ്പോ ത്രികോണം 5, 6, 7, 8 ഇതിലും എന്താണ്? 2 വശങ്ങൾ a തന്നെയാണ്. മൂന്നാമത്തെ വശം നമുക്ക് ഈ എക്സ് എന്ന് പറയുന്ന √2a തന്നെ ആയിരിക്കും. ഓക്കെ. ഇത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. ഞാൻ അതൊന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്തേ ഉള്ളൂ, കൂടുതൽ മനസ്സിലാവാൻ വേണ്ടി. ഓക്കെ. ഇനി നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുകയാണെങ്കിൽ എഴുതാൻ വളരെ സിമ്പിളായിട്ട് 3-4 സ്റ്റെപ്പിൽ എഴുതിയാൽ മതി. അത് നോക്കാം. അപ്പോൾ സമചതുരത്തിലെ സമചതുരം. നമുക്ക് എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഇങ്ങനെ പേര് കൊടുക്കാം. എന്നിട്ട് ഇതിനകത്ത് എന്തു ചെയ്തു? ഡയഗണൽസ്, വികർണങ്ങൾ വരച്ചു. ഇ ജി എഫ് എച്ച് വരയ്ക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും?
വലിയ സമചതുരത്തെ 4 ചെറിയ സമചതുരങ്ങളാക്കാം. ഈ ചിത്രം വരയ്ക്കുക. 1 2 ഇപ്പൊ ഇവിടെ 1 2 3 4 5 6 7 8 8 ത്രികോണങ്ങൾ കാണാമല്ലോ. 4 മഞ്ഞ ത്രികോണവും അതേപോലെ പച്ചക്കകത്ത് 4 എണ്ണം 5 6 7 8. എന്നിട്ട് നമുക്ക് എഴുതുക, വലിയ സമചതുരത്തെ 4 ചെറിയ സമചതുരങ്ങളാക്കാം. എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് ആ സമചതുരങ്ങളുടെ പേര് എഴുതാം. ഇവിടെ എഴുതാം. എങ്ങനെ എഴുതാം? AEOF BEOH CGOH DGOF ഇങ്ങനെ എഴുതാം. ഓക്കെ. ഔട്ടർ സ്ക്വയർ സ്പ്ലിറ്റ്സ് ഇൻടു സ്മോൾ ഈക്വൽ 4 സ്മോൾ ഈക്വൽ സ്ക്വയേഴ്സ്. AEOF BEOH CGOH ആൻഡ് DGOF. ഇനി ചിത്രത്തിൽ ആകെ 8 തുല്യ ത്രികോണങ്ങളുണ്ട്. 1 to 8. Total figure consists 8 equal small triangles 1 to 8. അടുത്ത സ്റ്റെപ്പ്, ഉള്ളിലെ പച്ച സമചതുരത്തിൽ 4 ത്രികോണങ്ങളുണ്ട്. 5 to 8. Green square contains 4 such triangles 5 to 8. ഇനി എന്ത് ചെയ്യാം? സാധ്യത അല്ലെങ്കിൽ പ്രോബബിലിറ്റി. വേണമെങ്കിൽ ഇത് ഡീറ്റെയിൽഡ് എഴുതണം. കുറച്ചും കൂടി വിശദീകരിക്കണമെങ്കിൽ കുത്ത് പച്ച സമചതുരത്തിൽ ആകാനുള്ള സാധ്യത. The probability that the dot is inside the green square. Probability equal to എന്തെഴുതാ? പച്ച ത്രികോണങ്ങളുടെ എണ്ണം green triangles 4 divided by ആകെ ട്രയാങ്കിൾസ് അല്ല, പച്ച സമചതുരങ്ങളുടെ എണ്ണം, അതായത് ഗ്രീൻ സ്ക്വയേഴ്സിന്റെ എണ്ണം, നമ്പർ ഓഫ് ഗ്രീൻ സ്ക്വയേഴ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ സ്ക്വയേഴ്സ്, ആകെ സമചതുരങ്ങളുടെ എണ്ണം. അപ്പോൾ 1/2 എന്ന് കിട്ടും. ഓക്കെ, ഇത്രയും എഴുതിയാൽ മതി. അതായത് കുത്ത് പച്ച സമചതുരത്തിൽ വീഴാനുള്ള സാധ്യത 1/2, അതായത് 50%. Therefore, the probability that the dot falls inside the green square is 1/2 or 50%. അപ്പോൾ കൂട്ടുകാരെ, ഈ ചോദ്യത്തിൻ്റെ ആശയം നിങ്ങൾക്ക് ലളിതമായി മനസ്സിലായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. കീപ് ലേണിംഗ് ആൻഡ് കീപ് ഗ്രോയിങ്. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. നിങ്ങളുടെ പിന്തുണയ്ക്ക് വളരെ നന്ദി. അടുത്ത വീഡിയോ വരെ എല്ലാവർക്കും ബൈ.